Welcome to Amrithweni Live with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Superstar. Hi. Hi Paru. Hi Paru. Hi. Paru darling. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫാമിലി റൗണ്ടിലേക്ക് പോകാം. Oh wow. Okay, so let's welcome Anagha and family. ദൃശ്യ, ഈ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഹെഡ് നേഴ്സിന്റെ അടുത്ത് പറയണം. ആക്ച്വലി ഈ കുട്ടിക്ക് എന്താ പറ്റിയ ഡോക്ടറെ? ഇപ്പൊ നടക്കുന്ന സ്ഥിരം സംഭവം തന്നെ. രണ്ടാനച്ഛന്റെ പീഡനത്തിൽ കൊല്ലപ്പെട്ട ഒരു 3 വയസ്സുകാരിയുടെ ന്യൂസ് കേട്ടിരുന്നില്ലേ? ആ കുട്ടിയുടെ അമ്മയാ. റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് വളരെ കുറവാ. ഭയം കൊണ്ട് വിറങ്ങലിച്ച ആ മനസ്സ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ചിലപ്പോൾ സന്തോഷിച്ചേക്കും. അതുകൊണ്ട് ആ പാവെടുത്ത് മാറ്റരുതെന്ന് പ്രത്യേകം പറയണം. ഒന്ന് കരയാൻ പോലും ശേഷിയില്ലാത്തവള് അതവളുടെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയെങ്കിലും സന്തോഷിക്കട്ടെ. മൂക്കിലിൻ മകളേ, പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ് ജന്മനൊമ്പരമേ, നിന്നെ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ, മുകിലിൻ മകളെ. മൂക്കിലിൻ മകളേ, പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ് ജന്മനൊമ്പരമേ.
തോട്ട്. അനഘ ആൻഡ് ഫാമിലി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇത് അനഘയാണെന്ന് മനസ്സിലായില്ല. അതാണ് ഞാൻ അയ്യോ പറയാൻ പാറു വരുന്നത്. ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും നല്ലൊരു തോട്ട്, ഭയങ്കര രസമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ പെർഫോമൻസ്, എന്താ അനഘയുടെ അഭിനയം. അനഘ എന്താ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അഭിനയം സൂപ്പർ നന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരെ ശരിയാ. ഇവിടെ ഒരാൾ നാണം കുണുങ്ങിയൊക്കെ നിക്ക. അനഘയുടെ അമ്മയാണ്. ഇത് അനഘയുടെ അമ്മയാണ്. സുഖാണോ അനഘയുടെ അമ്മേ? സുഖാണ്. ആ പേരൊക്കെ പറ. എനിക്ക് പരമാനന്ദം. സുഖമായിരുന്നു. അല്ല ഞങ്ങക്ക് സുഖമാണ്. വേറെ എന്തെങ്കിലും? ഞങ്ങൾക്ക് ഇതൊന്നല്ല വേണ്ടത്. ഡോക്ടർക്ക് എങ്ങനെയുണ്ട് ഇവിടെ? രസായോ? കുഴപ്പമില്ല, നന്നായി പോണു. പേര്? പേര് മിനി. മിനി. അമ്മ എന്താ ചെയ്യുന്നേ? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു എവിടെ? ഓയിൽ കമ്പനിയിൽ, ചാലക്കുടി തന്നെ. അനഘയെ കുറിച്ച് ആദ്യം മുതലേ സംസാരിക്കുമ്പോ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഒറ്റക്കാലിൽ നിന്ന് മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവന്ന് നമ്മൾ പറയുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ അനഘ. അനഘ നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് എന്റെ വിശ്വാസം. ആണോ? ഇനി അമ്മ പറയട്ടെ അനഘയെ പറ്റി. കുഴപ്പമില്ല. ആദ്യമൊന്നും അവൾക്ക് അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആള് നല്ല ബോൾഡാണ്. ആ ബോൾഡ്നെസ് കൊടുക്കണമെങ്കിൽ ഈ കാലത്ത് പെൺകുട്ടികളെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആള് നല്ല ബോൾഡാ. ആദ്യം പതുങ്ങിയിരിക്കുന്ന ടൈപ്പായിരുന്നു. പിന്നെയും ചെറിയ ആള് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇതാണോ ചെറിയ? ചെറുതാണ്. അനഘയുടെ അനിയത്തിയാണോ? എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു നന്നായി ഡാൻസ് കളിക്കുന്ന ആരോ ഇവള് എടുത്തിട്ട് കൊണ്ടുവന്നതാന്ന് ഞാൻ വിചാരിച്ചു. നീ എന്റെ ബന്ധുവാന്ന് പറയണേ. അഞ്ജലി. അഞ്ജലി ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഞാൻ MA ഭരതനാട്യം കഴിഞ്ഞു. ഇല്ല, കണ്ടംപററി ഞാനിപ്പോ ചെയ്തതും കണ്ടംപററി അല്ല. ലൈക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റൈല് ചെയ്യുന്നത്. ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അനഘയെ പോലെ തന്നെ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ഈ പാട്ടിൽ ഇങ്ങനെ ഒരു കൊറിയോഗ്രഫി ചെയ്യാൻ തോന്നിയത് ഫാന്റാസ്റ്റിക്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. എന്താണ് പഠിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്, അതും കൂടെ പറ. ഞാൻ MA ഭരതനാട്യം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ബാംഗ്ലൂര്. എങ്ങനെയുണ്ടായി അമ്മ അനഘയുടെ പെർഫോമൻസ്? അമ്മ പറ. അമ്മ അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നു അനഘ ആക്ട് ചെയ്യുന്നേ. കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അഭിനയത്തിന്റെ ഭാഗം. ഈ അമ്മമാരൊക്കെ സൂപ്പർ അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അനഘ. അല്ല അനഘ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് അനഘയാണ് നമുക്ക് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ്. അതാണ് അനഘയുടെ ഈ ഫാമിലി റൗണ്ടിൽ ഏതോ റിലേറ്റീവ് അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞമ്മ. അതെ. അല്ല അനഘ ആ ഒരു ക്യാരക്ടറായിട്ട് വണ്ടർഫുൾ ആയിട്ട് നീ ഉഗ്രായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. വരെ അഭിനയിച്ചു. സൂപ്പർ. താങ്ക് യു അമ്മ ആൻഡ് അനീതി നമ്മുടെ അനഘനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ. അമ്മക്ക് എങ്ങനെയും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാ മതി. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അമ്മ പാടുവോ? ഇല്ല, കേക്കണം. അമ്മ എപ്പോഴും എന്റെ അടുത്ത് ആദ്യമൊക്കെ പറയുമായിരുന്നു, പണ്ട് അമ്മയ്ക്ക് പാട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അതെ, പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളെ ഒരു 5-6 വയസ്സായപ്പോ അമ്മ അങ്ങനെ കൊണ്ട് ചേർത്തി പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും. ചേർത്തു. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്ന കേൾക്കാ, എനിക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ഫുൾ ഓർക്കസ്ട്രയില് ഏതായിരുന്നു അഞ്ജന കണ്ണെഴുതി പാട്ടുണ്ടല്ലോ, അത് പാടിയിട്ടുണ്ട് എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. ഇവിടെ ഫുൾ ഓർക്കസ്ട്ര ഉണ്ട്, നമുക്ക് ഒന്നും കൂടെ പാടാം. അത് ഒരു 1.5 ഓർക്കസ്ട്ര. അതെ, നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര ഉണ്ട് ഇവിടെ. കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അരപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. പഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അരപ്പുരവാ
കാത്തിരുന്നു. സൂപ്പർ 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 ഇതിനാണ് ഇത്ര ടെൻഷൻ അടിച്ചത്. എന്ത് രസമായിട്ടാ ബ്യൂട്ടിഫുൾ ആയിട്ട് അലക്കി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ നമ്മുടെ അനഘയെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയും അനിയത്തി വന്നതിൽ. ഓക്കെ, ഇനി കാല് കഴിക്കണ്ട, നിങ്ങൾ അവിടെ പോയിരുന്ന് റെസ്റ്റ് എടുത്ത് ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഈ പാട്ട് പാടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആള് നമ്മുടെ അടുത്തുള്ളപ്പോ ആളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണ്ടേ? ഇത് ആരുടെ പാട്ടാ? മഞ്ജരി മഞ്ജരി ചേച്ചി. എന്നാ പിന്നെ ചേച്ചി അങ്ങ് തുടങ്ങ. ബ്യൂട്ടിഫുൾ. അത് സുന്ദരിയായിട്ടുണ്ട്. അല്ല, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് സുന്ദരമായ അഭിനയം ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരായിരുന്നു. തുടങ്ങിയത് മുതൽ ആ ഡയലോഗും. പിന്നെ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. അതിനൊരു വലിയൊരു കയ്യടി. ഹാറ്റ്സ് ഓഫ് ടു. ഈ ഒരു പാട്ടിനകത്ത് ശരിക്കും വേറെ തന്നെ ഒരു തീമാണ് ഇതിൽ പോകുന്നത്. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവന്നതിൽ വലിയൊരു കയ്യടി. പിന്നെ ഈ പാട്ട് വളരെ പാറു പറഞ്ഞ മാതിരി ഇതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ രമേശ് നാരായൺ സാറിന് കൊടുക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഫീലിൽ പാടിച്ചത്. കാരണം ഇത്ര മനോഹരമായൊരു പാട്ട്, ഒരു ന്യൂ കമ്മർ, ഞാനൊരു ന്യൂ കമ്മർ ആ സമയത്ത് എനിക്കിങ്ങനെ എന്നിലൊരു കോൺഫിഡൻസ് കണ്ടു എന്നുള്ളതിലാണ് സാർ എന്നെ ഭദ്രമായി ആ പാട്ട് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി, ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റിയതില്ല. എന്നാ പാടണം രണ്ടുപേരി. ചേച്ചിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് കേൾക്കണം. മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാ നെഞ്ചിൽ ചേർക്കാ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. മോളെ അസലായിട്ട് തന്നെ പാടി. എനിക്കിതില് ചില കാര്യങ്ങൾ ഒരു വിബ്രാറ്റോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വളരെ കൂടുതലായിട്ട് തോന്നി എനിക്ക്. ഇനിയിപ്പോൾ ആ ആക്ടിൻ്റെ ഇടയിൽ ക്ഷീണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. പാടുന്ന ചില പോർഷൻസിലൊക്കെ മുകിലിൻ മകളെ അതില് ഒരു ആ സാധനം ഉണ്ട്. പക്ഷെ അത് ഇത്രയും ലൗഡല്ല. അത് മോള് പാടുമ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. മുകിലിൻ മകളെ അതാ ശ്വാസം തീരുന്നതിന്റെ ഒന്ന് കേൾപ്പിക്കുന്നതാണ്. പക്ഷെ ഒരുപാട് ലൗഡ് ആക്കണ്ട. ഒന്നത് പാടോ. മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നൊമ്പരമേ നൊമ്പരമേ നൊമ്പരമേ. അതുപോലെ അനുപല്ലവിയിൽ മോളെ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടും. നിന്റെ ഓർമ്മയിലാകാശം ആശം ആകാശം മിന്നലായി കൈ നീട്ടുന്നു. അവിടെ ഒരു ഓട്ടം വരുന്നുണ്ട്. പിന്നെ മോൾ അതിന്റെ നെക്സ്റ്റ് ചരണം പാടുമ്പോഴും ഒരു വിബ്രാറ്റോ ഇങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് മുകിലമ്മ അവിടെ നിന്റെ കവിളിൽ നിന്റെ കവിളിലൊരു മത്തരാ കുന്നിറങ്ങുമിളം കുന്നിറങ്ങുമിളം കാറ്റിൽ ഒരു റഷ് വരുന്നു പാടുമ്പോ. നെക്സ്റ്റ് മാറിൽ വിങ്ങ
മധുരവുമായി ആയി തേടി വന്നു മുകിലം 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 അതിന് ബാക്കിയൊക്കെ ഹൈ ഒക്കെ അതൊക്കെ നന്നായിരുന്നു മോള് പാടിയത്. ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോഴാ അമ്മ കൊതിപ്പു അതൊന്ന് ശ്രുതി ഒന്ന് മാറി പ്ലേസ് ആയിപ്പോയി. പക്ഷെ അത് അവിടെ ശ്രുതി മാറിയാൽ പാട്ടിൻ്റെ മൊത്തം ശ്രുതി തിരിച്ചു കയറുമ്പോൾ തെറ്റാവുന്നൊരു സ്ഥലമാണത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് കയ്യിൽ നിന്ന് പോയി. പക്ഷെ ബാക്കി കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു. ലാസ്റ്റ് പല്ലവി മോളം നന്നായിരുന്നു. ബട്ട് എന്തായാലും നല്ലൊരു സോങ് സെലക്ഷൻ ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ഈ പാട്ടിനകത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിൽ വലിയ താങ്ക് യു മോളെ. ഗോഡ് ബ്ലെസ് യു. ശരത് സാർ. ബ്യൂട്ടിഫുൾ സോങ്. അത് പറയാതിരിക്കാൻ വയ്യ. രമേശ് നാരായണൻ പറയേണ്ട കാര്യമില്ല, നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാച്ചിയ. പ്രധാനമായിട്ട് എനിക്ക് അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അത്രയും ലെവൽ വരുമ്പോഴേ അതിൻ്റെ അതൊരു പോപ്പ് ലെവലിലോട്ടൊക്കെ പോവുക. അതല്ല വേണ്ടത്. അത് വളരെ അതുണ്ട്, പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ അതിനൊക്കെ. ബട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി അങ്ങ് നഷ്ടപ്പെടും. മനസ്സിലായോ? പിന്നെ ഈ മുകിലൻ മകളെ തന്നെ എങ്ങനെയാ പാടുന്നത് അനക്ക? മുകിലിൻ മകളെ. അതെന്ത് മുകിലിൻ? അവിടെ എന്തിനാ അത്ര ബലം കൊടുക്കുന്നത്? മുകിലിൻ മുകിലിൻ മകളെ, മുകിലിൻ മകളെ. അത്ര മതി. ധാരാതേ മതി. പിന്നെ നെഞ്ചിൽ ചേർക്കാൻ ആ ഒരു ഏരിയ വരുമ്പോൾ അനക്കയുടെ ശബ്ദം ഒറിജിനൽ ആ ടോണിൽ നിന്ന് വല്ലാണ്ട് മാറുന്നുണ്ട്. അതൊന്ന് ആ ബ്രിഡ്ജിങ് ഒന്ന് കറക്റ്റ് ആക്കണം അനക്ക. അതുപോലെ ആ മധുരം തന്നെ ഇപ്പം മഞ്ചരി പാടിച്ചപ്പോഴും ആ നോട്ട് പെർഫെക്റ്റ് അല്ല. ഒന്ന് പാടാമോ കറക്റ്റായിട്ട്? മാറിൽ വിങ്ങും ഇതിപ്പോ സെക്കൻഡ് പോർഷൻ ഒന്ന് ചളങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഓക്കെ ആണ് ഇപ്പോ. അത് വന്നാലേ അതിനൊരു സുഖമുള്ളൂ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നല്ലൊരു പാട്ട്. ആക്ട് വണ്ടർഫുൾ. അല്ല അസാധ്യം. അതെനിക്ക് കുറെ ഇഷ്ടം. ഒന്നും പറയാനില്ല. ഇത് ഈ പാട്ടിന്റെ ഏരിയ കാര്യം നമുക്ക് എല്ലാം പ്രിയപ്പെട്ടവരാണ്. ഈ രമേഷ് അണ്ണാച്ചിയും കൈതപ്പുറ അണ്ണാച്ചി ഇതാ ഈ അടുത്തിരിക്കുന്ന ഈ നഖം ഒട്ടിച്ച സുന്ദരിയും ഒക്കെ നമ്മുടെ അടുത്തുള്ള. ഇപ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സംഗീതത്തോട് ചെയ്യുന്ന ഒരു ന്യായമായിട്ടുള്ള അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കണ്ടാൽ മനസ്സിലാവാത്ത അനക്കേ. ആദ്യം തന്നെ പറയട്ടെ, നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഈ ഒരു ആക്ടിൽ. പ്രത്യേകിച്ച് അവസാന മെസ്സേജ് എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുകയും കൂടെ ചെയ്തു. പിന്നെ അഗൈൻ ഈ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കറേജിയസ് ആയിട്ട് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ പെർഫോം ചെയ്തതിന് വലിയൊരു കയ്യടി ഫോർ ദ ഹോൾ ടീം. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രമേശ് നാരായൺ സർ എൻ്റെ ഒരു അന്യായ കോമ്പോസിഷൻ തിരുമേനി എഴുതിയതാ മഞ്ചരി പാടി വേറെ ലെവലിൽ എത്തിച്ചൊരു സോങ് ആണത്. അതിന് മഞ്ചരിക്ക് നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാം. എനിക്ക് തോന്നിയൊരു കാര്യം ഒന്നല്ല മെയിൻ ആയിട്ട് ആ ഒരു ക്രഷൻ്റോട് ആവശ്യമില്ല. ഇത് ഒന്ന് പോയിട്ടാണ് നിൽക്കണേ. അത് അതിൻ്റെ ഒരു ടേലൻറ്റിൽ ഇപ്പം നേരത്തെ മഞ്ചേരി പറഞ്ഞാൽ ഒരു ചെറിയൊരു എക്സേൽ, ഒരു പുറത്തേക്കൊരു എക്സേൽ മാത്രമേ അതിന് ആവശ്യമുള്ളൂ. അബ്രപ്റ്റായിട്ട് കട്ട് ചെയ്യുക, ഒരു എക്സേൽ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ അങ്ങനെയാണ് അനക്ക പാടുമ്പോൾ ഈ ടേലൻറ്റിൽ വരുന്നത്. അപ്പോൾ അതെന്തോ ഇന്നൊരു ഭയങ്കര മിസ്മാച്ചായിട്ട് തോന്നി. പിന്നെ ഉള്ളത് അമിതമായിട്ടുള്ള വിബ്രാറ്റും കുറച്ചധികം ഉണ്ടായിരുന്നു. അത് ടയർഡ്നെസ് കൊണ്ടാണ് അത്ര ടയർഡായോ, അതോ ഇതെല്ലാം കൂടെ ഉള്ളതിൻ്റെ ഒരു ടെൻഷനാണോ? അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആവശ്യത്തിൽ ഒരു പൊടിക്ക് കൂടുതലുള്ള ഒരു വിബ്രാറ്റോ പോലെ ഫീൽ ചെയ്തു. ഇതൊക്കെയാണ് നമുക്ക് ആ പാട്ടിൻ്റെ ഫീലിൽ നിന്നും നമ്മളെ ഒന്ന് മാറ്റി നിർത്തുന്നത്. അതർവൈസ് അതിനൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ പാടി കേട്ടോ. ആക്ച്വലി ഇത് അതിനൊക്കെ പറ്റിയ പാട്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ടോൺ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ രസമുണ്ട്. ഇതിന് ആ ഒരു പോപ്പ് കൾച്ചർ വരേണ്ട ഒരു പാട്ടല്ല.
ഒരു പ്രോപ്പർ ആ സെയിം ലെവലിൽ തന്നെ പോയിട്ട് അവസാനം അത് സ്റ്റോപ്പ് ചെയ്തിട്ടൊരു ഇതിൻ്റെ ആവശ്യമുള്ളൂ. ആ ഒരു എസ്കലേഷൻ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വിബ്രാറ്റോ, ബാക്കിയൊക്കെ രസമായിട്ട് തന്നെ പാടി കേട്ടോ. ഹോൾ ആക്ട് എല്ലാവർക്കും സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും കലക്കി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി ഈ ഒരു പെർഫോമൻസ് ഇതിന് 8.9. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക അനഘ സർ താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.8. താങ്ക് യു. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. Amrithveni Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, Yes. 1, 2, 2, 3. 3. Okay, so let's welcome Achal. എടാ മോനെ, ഏത് നമ്പറാടാ? ഏത് വന്നു നോക്കാം. 1, a 2, a 3. Two ആയിരിക്കും. 3 ആയിരിക്കും. 3. 2. എനിക്ക് തോന്നി. 2 ആണ് അച്ഛൻ ചൂസ് ചെയ്ത നമ്പർ. ഇനി അതിലേത് പാട്ടാണ് എന്ന് നോക്കാം. ഈശ്വരാ, വലുതായിട്ട് പഠിച്ച പാട്ട് വരണേ. ഓളങ്ങൾ. വണ്ടർഫുൾ. രാജാ സാർ. അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വേഴാമ്പൽ കേഴും വേനൽ കുടീരം വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ലലലാ ലലലാ ഈ വഴി ഹേമന്തമെത്ര വന്നു ഈറനൊടുത്തു കൈകൂപ്പി നിന്നു എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു മായിക മോഹമായി മാറിവിൽ മാലയായി മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ la la
കണ്ണീർ വാറ്റിവെക്കും ഈ വേറും ഓർമ്മകൾ കാത്തുവെക്കും ജീവിതം തുള്ളിത്തുടിച്ചു നിൽക്കും പൂവിതൾ തുമ്പിലെ തുള്ളി പോലെ വാരിളം പൂവുകൾ വാടി വീണാലുമീ വാടികളിൽ വണ്ടുകളായി ഓർമ്മകൾ പാറുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ലാ 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 ലാ. അരെ വാ വാ ആ. വാ, വാ. Nice, 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 nice. അജൽ ഹലോ, രണ്ടാം നമ്പർ രക്ഷിച്ചോ നിന്നെ? അറിയില്ല, പാടിയിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം ചോദിക്കാം. നമുക്ക്. ശരത് സാർ. അജലേ, സാർ നന്നായിട്ട് പാടി അജലേ, താങ്ക് യു സാർ. നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് ആ ഏകാകിനി ഒന്ന് കൃത്യമാക്കാമോ? ഏകാകിനി നിന്നോർമ്മകൾ ആ, ഏതോ നീ നിന്നോർമ്മകൾ. ആ ഗ്ലൈഡ് ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി നീ. താങ്ക് യു സാർ. മായിക അതും പറയുന്ന വാക്ക് പറയുന്നതിന് എന്തോ ഒരു കുഴപ്പമുണ്ടോ? എനിക്ക് ആ മേളിലാണ് ഒരു കിട്ടുന്നില്ലായിരുന്നു സാർ. എനിക്ക് മേളമായോ? അല്ല, ഈ നേസൽ വരുന്നോണ്ട് പറയാനൊരു അത് അധികം മുകളിലും അല്ലമ്മ അവിടെ അല്ലേ ഉള്ളത്. അത് കുഴപ്പമില്ല സാർ. അതിന്റെ കാര്യമാടാ പറഞ്ഞത് ഞാൻ. നീ എവിടുത്തെ മായുന്നു കാര്യ ആണെന്ന് പറഞ്ഞ? മായുന്നുവാണെന്ന് വിചാരിച്ചു. മായുന്നു അതല്ല ഈ മായിക. മായിക മോഹനം. ഈ മായിക എന്ന് പറയുന്നതിൽ എന്തോ ഒരു കുഴപ്പം. മായിക മായികയാണോ? മായിക അത് സമാധാനമായിട്ട് പാട്. മായിക മോഹമായി. അതൊക്കെ അതേ ഉള്ളു. എനിക്കത് മായിക എന്ന് വേറെ ഒരു രീതിയിലുള്ള ഒരു പ്രൊനൗൺസിയേഷൻ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. ബാക്കിയൊക്കെ നീ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. നന്നായിട്ട് തന്നെ പാടി. അതിൻ്റെ ഒരു ആത്മാവ് അറിഞ്ഞ് പാടിയാ ചില. താങ്ക് യു സാർ. സത്യമാണ് കാര്യം. ഇതിൻ്റെയൊക്കെ എന്താ പറയണ്ടേ, സാറ് ചെയ്യുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് കിട്ടിയാണ് ദാസേട്ടൻ പാടിയിട്ടുള്ളത്. അപ്പം അത് നീ അത് ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ട്. പിന്നെ ഈ അക്ഷരങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ഇൻ ഫ്യൂച്ചർ. ശ്രദ്ധിക്കാം. പിന്നെ നിന്റെ കൂടെ പാടിയ AR റഹ്മാന്റെ കുയിലും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ സ്നേഹ നന്നായിരുന്നു. അതിലെ നീ നന്നായിട്ട് പാടിയത്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ഷാനിക്ക. ഓർക്കസ്ട്രക്ക് ഒരു വലിയൊരു കൈയടി. അപ്പോൾ അജലേ സാർ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഏകാംഗിനിയുടെ സമയത്ത് അത് അവിടെ ചെറിയൊരു നേസൽ ടോൺ, അത് ആക്സിഡന്റിന്റെ ഇതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ പ്രശ്നങ്ങൾ മാറുന്നതോടുകൂടി ഈ പ്രശ്നം കൂടെ മാറട്ടെ. ഓക്കെ സാർ. ഓക്കെ. പിന്നെ ഇതന്നെ മായിക മോഹമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകാഗിനി റിപ്പീറ്റ്. അപ്പൊ നമ്മളെല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ സംഭവങ്ങളാണ്. പിന്നെ 3 പെർസ്പെക്റ്റീവ് തരുന്നു എന്നുള്ളത് മാത്രം. അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഒരു 3 പെർസ്പെക്റ്റീവ് അജലിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് മാറട്ടെ. നന്നായിട്ട് തന്നെ പാടി അജലെ. നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ഭാഗങ്ങൾ. പിന്നെ ഒന്നാമത് ഈ കോമ്പോസിഷന്റെ ഒരു ഭയങ്കര ബ്യൂട്ടി. രാജാസന്റെ എല്ലാ പാട്ടുകളും പോലെ തന്നെ ഭയങ്കര എവർഗ്രീൻ ആയിട്ടുള്ള പാട്ട്. ഇപ്പൊ കേൾക്കുമ്പോഴും എൻ്റെ ഇന്ന് ചില നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്താണ് അദ്ദേഹം കൊണ്ടുപോയിട്ട് എൻ്റെ ഒക്കെ ചെയ്യുന്നത്. ഗംഭീരം. നല്ല സോങ് സെലക്ഷൻ. അതെന്തോ ആ നമ്പർ 2 നിന്നെ രക്ഷിച്ചു എന്ന് പറയാം കേട്ടോ. നമുക്ക് പറഞ്ഞ 2 സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി നമ്പർ 2 സജസ്റ്റ് ചെയ്ത ചേച്ചി. അജല് ആ 2 നമ്പറിൽ വന്ന പാട്ട് സെലക്ഷൻ ഉഗ്രൻ. ആ സ്റ്റാർട്ടിങ് തന്നെ ആ റിതം സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ എന്താണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മാജിക് ആണ്. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് വെച്ചാൽ അവിടെ രാജസ്ഥാനിലെ സ്റ്റുഡിയോയിലൊക്കെ ഈ ചായ കാപ്പിയൊക്കെ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട് നമുക്ക്. സാറിൻ്റെ സ്റ്റുഡിയോൻ്റെ ഈ പ്രസാദ് സ്റ്റുഡിയോയിൽ ഓരോ മൂലയിലും ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സാറ് അകത്ത് കമ്പോസ് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ വരുമല്ലോ, എല്ലാം മ്യൂസിക് ഒരുമിച്ച് പ്ലേ ചെയ്യുമല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. ഒരു ചായ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ അവർക്ക്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത് റെഡിയാവുമല്ലോ. അപ്പോൾ ഉള്ളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഹെഡ്ഫോണിൽ കേൾക്കാം.
അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ട് കേൾക്കും. നമ്മൾ പാടി കഴിയുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ഓരോ സ്ഥലത്തു നിന്ന് എടുത്ത് ഇത് ഹെഡ്ഫോൺ എടുത്തിടും. കേൾക്കുമ്പോൾ അവർക്കും ഒരു അഭിപ്രായം പറയും. ശരിക്കും അത് നമുക്കൊരു മാജിക്കാണ് സാറിൻ്റെ ആ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ. അത് കഴിയുമ്പോൾ ശരിക്കും ഈ വോയിസ് ബൂത്ത് എന്നൊക്കെ പറയുന്നില്ലേ, ഓരോ സ്ഥലത്ത് ഓരോ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നമുക്കൊക്കെ ഇരുന്ന് കേൾക്കാം. അത്രയും ശരിക്കും മാജിക്കാണ് ഈ പാട്ടൊക്കെ. എന്താണ് ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ, ബ്യൂട്ടിഫുൾ. സെലക്ഷൻ ഉഗ്രൻ, നന്നായിട്ട് പാടി. എനിക്ക് സോ ഹാപ്പി. കാരണം ഈ ഒരു പ്രോബ്ലം അജലിന് വന്ന് അതിനുശേഷം എന്നാലും ഇതൊക്കെ മോൻ പാടിയല്ലോ ഇത്രയൊക്കെ. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഈ പറയുന്ന മാതിരി എളുപ്പമല്ല ഹൈ ഒക്കെ പാടാൻ. സ്പെഷ്യലി ഇവിടെ പ്രോബ്ലമായി സർജറി ഒക്കെ വേണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ ഇത്രയും പാടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 2 റൗണ്ട് നന്നായി പാടി, നല്ല മിടുക്കനായിട്ട് പാടി. അപ്പൊ പിന്നെ മാർക്സ് ചോദിക്കാം. ശരത് സാർ, ഇപ്പൊ ലീഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്ത് ന്യായമാണെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രില്യൻസിൽ എന്ത് വേണേ ചെയ്തൂടെ അജലേ? ആ കാര്യം അത് നമുക്ക് ചില പാട്ടിന്റെ ഒക്കെ ലീഡ്സ് നമ്മള് ഭയങ്കര ഇപ്പൊ അല്ല, നീ അതൊന്ന് പാടാമോ? വേഴാമ്പൽ കേഴും വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, വേഴാമ്പൽ കേഴും അങ്ങനെ ചെയ്യാം. അടുത്തത് 1 2 3 1 2 3. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, വേഴാമ്പൽ കേഴും വേനൽ. ഇനി പറഞ്ഞ കൂടെ അത് ശ്രദ്ധിച്ച് കേക്ക്. 1 2 3 1 2 3. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, വേഴാമ്പൽ കേഴും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് എങ്ങനെ വേണാലും ആ വഴി വന്ന് കയറാം. ഇത് കൊണ്ട് തരുന്ന പോലൊരു ഗും മറ്റേതില്ല. അത് അറിഞ്ഞുകൂടാൻ അത് പറഞ്ഞാ പിന്നെ ലീഡിട്ട് കൊന്നു കളയും നമ്മളെ. അങ്ങനെ ഒരാളാണ് സാറ്. എത്ര പാട്ടുകള്. ഒരു നാള് മുന്നേ അറിയാ പാട്ടൊക്കെ? കേട്ടില്ല സാർ. ഒരു ഇടഞ്ഞു വരുമോ? എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം കേൾക്കാൻ. ഇനി എന്താ എന്റെ പാറുവിന് വേണ്ടത്? മാർക്ക് അജലേ സാർ 9.3. താങ്ക് യു സാർ. ചേച്ചി 9.3. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക കുജലേ എന്തോ. ഓക്കെ, സോ ടോട്ടൽ 18.6. താങ്ക് യു. Life Speed Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. For judges, orchestra കുറച്ചുകൂടെ പണി കൊടുക്കാം. Let's give the groove round. Yeah, let's give them. Okay? അതാണ്. Ready ആണോ? തലയാട്ടില് നോക്ക്. Okay, so let's welcome ശിവനന്ദ. സുകൃതതാളം ചഞ്ചല ദ്രുത പദതാളം സുകൃതതാളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി എവിടെ
സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം നൈസ് സോങ് മോളെ, നൈസ്. Amrithveni Light Speed Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. ശിവനന്ദ ചേച്ചി, എങ്ങനെയുണ്ടായി ഗ്രൂവ് റൗണ്ട്? ഗ്രൂവ് റൗണ്ട് നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ കറക്റ്റ് സമയത്ത് കോൾഡ് വന്നു. നമ്മുടെ കൊച്ചിന് വയ്യ, പനിയാണ്, ചുമ, പിന്നെന്താ തൊണ്ടവേദന, ജലദോഷം എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. ചോദിക്കാം, നമുക്ക് ചോദിക്കാം. ശരത് സാർ, നല്ല പാട്ട് സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടിയടാ. അസുഖമൊക്കെ എല്ലാവർക്കും വരത്തില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശിവനന്ദി ഇങ്ങനല്ല സത്യത്തിൽ പാടുന്നത്. ഒരു വളരെ കൃത്യതയോടെ നല്ല ഭംഗിയായിട്ട് പാടുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം അത് ഇപ്പം നമ്മളത് കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും അതിലൊരു വിഷമമില്ല, ഒന്നുമില്ല കേട്ടോ. കാര്യം വയ്യാതെ ഒരാൾ ഇത്രയും പാടിയില്ലേ. ഇതൊക്കെ നമുക്കൊക്കെ വന്നാൽ നമ്മൾ പാടത്തതേ ഇല്ല. ചഞ്ചല എന്ന് പറഞ്ഞിട്ട് ഓക്കെ സോറി, ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും, ഞാൻ പാടത്തില്ല. അത്രയും നിന്ന് പാടിയില്ലേ, അത് വലിയ കാര്യമാണ്. കാര്യം ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അങ്ങനെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ചെവി പിടിച്ച് ദൂരെ അറിയുമെന്നുള്ളതുകൊണ്ട് നിന്ന് പാടിയില്ല ആ ധൈര്യത്തോടെ. അതാണ് വേണ്ടത്. മനോഹരമായിട്ട് തന്നെ പാടി, ഞാൻ അതേ പറയത്തുള്ളൂ. പിന്നെ വയ്യാത്തതിൻ്റെ ഒരു അഭംഗി അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, അത് ശിവനന്ദയ്ക്ക് തന്നെ അറിയാം. അതൊരു ഇഷ്യൂ അല്ല, ഇതൊന്നും മനസ്സിലാക്കാം. കൂളായിട്ടിരിക്കുക. എന്തായാലും നന്നായി, ഭംഗിയായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശിവനന്ദ സുന്ദരിയായിട്ടുണ്ട് കാണാൻ. നമുക്ക് ആർക്കും ആദ്യം തോന്നി പോലും ഇല്ല മോൾക്ക് വയ്യാന്ന്. പക്ഷെ പാടി തുടങ്ങിയപ്പോഴും തുടക്കമൊക്കെ നന്നായിരുന്നു, നല്ല ഭംഗിയാണ്. ഇടയിൽ ആ ഹൈ വന്നപ്പോഴത്തേക്കാണ് മൂക്ക് ഒരു തടസ്സമായി നിന്നത്. അപ്പോഴെനിക്ക് തോന്നി കോൾഡാണ്, പാടാൻ പറ്റാത്തതല്ല. കാരണം ഇതിനു മുന്നേ എത്രയോ പാട്ടുകൾ മോൾ ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്, മനോഹരമായിട്ടും പാടിയിട്ടുണ്ട്. ഇത് ഇന്നാ നമ്മുടെ ശബ്ദത്തിൽ വന്ന കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ്, അല്ലാതെ ഇത് ബാക്കിയൊക്കെ പാടാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ മനോഹരമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു മാം. പെട്ടെന്ന് ശരിയാവും ഇതൊക്കെ. ശിവനന്ദ ഇടയ്ക്ക് ഇനി ശിവനന്ദ പാടാൻ വരുമ്പോൾ ശിവനന്ദയുടെ ആന്തം ഇവിടെ പ്ലേ ചെയ്യണം. അതാകുമ്പോൾ ശിവനന്ദക്ക് ഒരു എനർജി അങ്ങോട്ട് കയറും കേട്ടോ. ശിവനന്ദ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി എന്ന് പറയുമ്പം തൊണ്ട, മൂക്ക്, വായ ഇതൊക്കെ നമ്മുടെ കൂടെ നിൽക്കണം അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പോലും കൂടെ നിന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് മാക്സിമം കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇതിപ്പം
ഇത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം ഈ അസുഖം കാരണം ഉണ്ടായ കാരണം ചില ആളുകൾക്ക് ഭയങ്കര പനി പിടിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ വരെ ഷിവർ ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ എക്സ്ട്രീം പനി പിടിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുപോലത്തെ ചെറിയ ഷിവറിങ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. പക്ഷെ ഷിവർ എന്താ മോൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പാട്ടാണിത്. അടിച്ചു പൊളിച്ചിട്ടുണ്ടായേനെ ഈ പറയുന്ന പോലെ തണുപ്പും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അടിച്ചു പൊളിച്ച് പാടിയതിൽ യാതൊരു സംശയമില്ല. ഇതൊരു മറ്റൊരു ദിവസം അങ്ങനെ ഇതിനെ കാണുക. അടുത്ത പെർഫോമൻസിന് വേണ്ടി ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ അൺപ്ലഗ്ഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നിൽക്കും ശിവനന്ദയുടെ വോയിസ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആരോടും മിണ്ടാതെ ഉരിയാടാതെ പോവാ, ഇരിക്കുക, റെസ്റ്റ് എടുക്കുക, മരുന്ന് കഴിക്കാൻ വേണ്ടി മാത്രം വാതുറക്കുക കേട്ടോ. ഇന്ന് ഇനി പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ 9 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ദാറ്റ്സ് 9. ഇംഗ്ലീഷിലായിട്ടേക്കുന്നത്. താങ്ക് യു ചേച്ചി. ഷാനിക്ക ഞാനും ഡിഫറെന്റ് ആയിട്ടാണ് ഇട്ടത്. ഞാൻ എഴുതുകയാണ് ചെയ്തത്. ഡീപ് ഡാർക്ക്. ഓക്കെ ഓക്കെ. സോ ടോട്ടൽ 18. താങ്ക് യു. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.